Musical instruments. ഡാഡി ബിയും മമ്മി ബിയും വീട് വൃത്തിയാക്കിയായിരുന്നു. മമ്മി ബിയും ഞാനും ഈ വീട് വൃത്തിയാക്കിയപ്പോൾ ഒരു പഴയ ബോക്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ ഈ പെട്ടിയിൽ എന്താണെന്ന്? ഇതിൽ നിറയെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓ, ഇതിൽ നിറയെ പൊടിയാണെന്ന് തോന്നുന്നു. ഇതാണ് വയലിൻ. ഞാൻ ചെറുപ്പത്തിൽ ഇത് നന്നായി വായിക്കുമായിരുന്നു. മമ്മി, വയലിൻ ഒന്ന് വായിക്കാമോ? കുറെ നാളായി ഞാൻ ഇത് വായിച്ചിട്ട്. പ്ലീസ് മമ്മി, ഒന്ന് വായിച്ചതാ. ഞാൻ മറന്നു തുടങ്ങിയെന്ന്. എനിക്ക് വായിക്കാൻ. മീനു, ഇത് ഇങ്ങനെ പിടിക്കണം. ഓ ഡിയർ, നീ വായിച്ചത് മമ്മി മീന. അപ്പുവിനും വയലിൻ വായിക്കണം. തോന്നി ഇതെങ്ങനെ പിടിക്കണം. അയ്യോ, ഇത് ശരിയായില്ലല്ലോ. വയലിൻ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണല്ലേ. മീനു, നീ ഈ ഡ്രം ഒന്ന് വായിച്ചു നോക്കിയേ. താങ്ക് യു ഡാഡി. ഇത് പിന്നെയും ഭേദമാണ്. നന്നായിട്ടുണ്ട്. അതെ, ആ ശബ്ദം മനോഹരമായിരിക്കുന്നു. ഇത് ഡാഡി ബിയുടെ പഴയ അക്വാഡേന. ഞാൻ ഇത് വായിച്ചിരുന്നത് മമ്മിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഓ ഡാഡി ബി, ഞാനിപ്പോ അതൊക്കെ ഓർത്തു പോവുകയാണ്. മീനുവിന് ഡ്രംസ് വളരെയധികം. അപ്പുവിനും അക്വാഡിയം വായിക്കാൻ തോന്നി. നിനക്കിത് വായിക്കാൻ കഴിയില്ല അപ്പു, കാരണം ഇത് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പു, ഈ അക്വാഡിയം വായിക്കാൻ എന്റെ ഡ്രംസിനേക്കാൾ പാടാ. ശരി അപ്പു, നീ ഒന്ന്. അക്വാഡിയം വായിക്കാൻ മാത്രം അപ്പു അത്ര വലുതല്ല. ഡാഡി, ഇനി എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഈ പെട്ടിയിലുണ്ട്? ഇനി ഈ ഹോൺ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. ഇത് വായിക്കാൻ വളരെ അഡൽട്ടോ. അത് വായിച്ചത് ശരിയായില്ല. ശരിയായില്ല. ഇത് സോറി പോലെ ഡാഡി. ഇത് കണ്ടിട്ട് എനിക്ക് വായിക്കാൻ കഴിയുമെന്ന് മെറ്റോനുന്നു. അത് ഒട്ടും ശരിയായില്ലല്ലോ. ഇത് എനിക്ക് മാത്രമേ വായിക്കാൻ മീറ്റൻ. ഇതും ശരിയായില്ല. മീനു പറഞ്ഞത് ശരിയായി. ഇത് അത്ര എളുപ്പമല്ല വായിക്കാൻ. വിഷമിക്കേണ്ട ഡാഡി ബി, നിങ്ങൾ അതിമനോഹരമായി അക്കോർഡിയൻ വായിക്കുമല്ലോ. ഓക്കെ, ഞാൻ നല്ലതുപോലെ അക്കോർഡിയൻ വായിക്കാം. ഞാൻ എന്റെ വയലിൻ വായിക്കാം. ഞാൻ എന്റെ ഡ്രംസും വായിക്കാം. മമ്മി ബി വയലിൻ വായിച്ചു. ഡാഡി ബി അക്വാഡിയം വായിച്ചു. പിന്നെ മീനു ബി ഡ്രംസും വായിച്ചു. പക്ഷെ അപ്പു എന്റെ ഇൻസ്ട്രുമെന്റ്സ്. ഫോൺ വായിച്ചു. ഡാഡിക്കും വായിക്കാൻ കഴിഞ്ഞില്ല, മമ്മിക്കും വായിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എനിക്കും വായിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അത് അപ്പുവിന് വായിക്കാം.